പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ചരിത്ര നിമിഷത്തിന് കൂടി നമ്മൾ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ബഹിരാകാശ രംഗത്ത് മറ്റൊരു നാഴികക്കല്ല് കൂടി കൈവരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആക്ഷൻ ഫോർ ദൗത്യം അങ്ങനെ ശുഭകരമായി ശുഭാംശു ശുക്ലയും മറ്റ് 3 പേരും അടങ്ങിയ സംഘവുമായി ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു. കൃത്യം 12:01 തന്നെയാണ് വിക്ഷേപണം വിജയകരമായി നടന്നത്. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:30 ഡോക്കിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ ആക്ഷൻ ഫോർ ദൗത്യം 7 തവണയാണ് മാറ്റിവെച്ചത്. മെയ് 29 ആദ്യ ദൗത്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വിവിധ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ യാത്ര തടസ്സപ്പെടുകയായിരുന്നു. പ്രധാനമായിട്ടും കാലാവസ്ഥ പ്രതികൂലമാവുന്നതും ഒപ്പം തന്നെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച, മറ്റൊന്ന് മൊഡ്യൂളിലുണ്ടായ മർദ്ദ വ്യത്യാസം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ യാത്ര നടത്താൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇന്ന് കൃത്യമായി തന്നെ എല്ലാ തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളോട് തന്നെ കൃത്യം 12:01 പറഞ്ഞ സമയത്തിന് തന്നെ വിക്ഷേപണം വിജയകരമായി നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. നിലവിലിപ്പോൾ 2 ഘട്ടങ്ങളിൽ യാത്ര ശുഭകരമായി തന്നെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കൗതുകം കൂടി പറയട്ടെ അക്ഷയ്, അതായത് ശുഭാംശു ശുക്ലനെ അടുപ്പമുള്ളവർ വിളിക്കുന്നത് ഷക്സ് എന്നാണ്. അങ്ങനെ നമുക്കറിയാം ഇന്ത്യക്കാർക്ക് മുഴുവൻ ഇപ്പോൾ ശുഭാംശു ശുക്ല വളരെ പരിചയക്കാരനായ ഒരാളായി കഴിഞ്ഞു. അങ്ങനെ സക്സസിലേക്ക് എത്തിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. വലിയ ഒരു അഭിമാന പോരാട്ടത്തിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നമുക്ക് അതിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ജയ് ഹിന്ദ് ജയ് ഭാരതം എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം വാനോളം അഭിമാനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര നടക്കുന്നതെന്ന് വേണം പറയാൻ. ഇനി ഈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. മറ്റ് യാത്രക്കാർ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനട്ട് ആയിട്ടുള്ള പെഗ്ഗി വിക്സൺ ആണ്. പിന്നെ പോളണ്ട് സ്വദേശിയായിട്ടുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി ഉണ്ട്. ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു. അങ്ങനെ 4 പേരാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. 4 പേരടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഈ പേടകത്തിൽ 7 പേരെ വഹിക്കാൻ കഴിയും. പക്ഷേ പൊതുവെ 4 പേരെ വെച്ച് മാത്രമാണ് ഈ യാത്ര നടത്താറുള്ളത്. അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് ഈ പേടകത്തിൽ പോയിരിക്കുന്നത്. ഈ വിക്ഷേപണം നടത്തിയിരിക്കുന്നത് കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A എന്ന വിക്ഷേപണ സ്ഥലത്തു നിന്നാണ് വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ മൊഡ്യൂളിലെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇന്നത്തെ വിക്ഷേപണത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രാഗൺ പേടകത്തിന് 1, 2 അങ്ങനെയുള്ള സീരീസിലുള്ള പേടകങ്ങളാണ് ഉള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2ാമത്തെ സീരീസിലുള്ള C213 എന്നുള്ള പേടകമാണ്. അത് വളരെ പുതിയ പേടകം കൂടിയാണ്, ഈ യാത്രയ്ക്കായി ഉപയോഗിച്ചതാണ്. മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ റോക്കറ്റിൽ ചിലവേറിയ ഭാഗങ്ങൾ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് പുനരുപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അത്തരത്തിലുള്ള പ്രത്യേകത തന്നെയാണ് ഈ ഫാൽക്കൺ 9 റോക്കറ്റിനുള്ളത്. സ്പേസ് എക്സിന്റെയാണ് നമുക്കറിയുന്നത് പോലെ തന്നെ സ്പേസ് എക്സിന്റെ പേടകം തന്നെയാണ് ഇതുള്ളത്. ഈ പേടകത്തിൽ തന്നെയാണ് ശുഭാംശു ശുക്ലയും സംഘവും യാത്ര നടത്തുന്നത് എന്നുള്ളതും പ്രത്യേകതരമായ കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത് ഡ്രൈവിംഗ് സീറ്റിൽ ശുഭാംശു ശുക്ല തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. മറ്റ് 3 പേരുമാണ് കോ പൈലറ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് യാത്ര നടത്തുന്നത്. ഇനി ഈ സംയുക്തമായുള്ളൊരു ദൗത്യമാണിത്. അതായത് ആക്സിയം സ്പേസിന്റെയും നാസയുടെയും ഇന്ത്യയുടെ ISROയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്പേസ് എക്സ്, ഇത്തരം ഈ 5 പേരുടെ ഒരു സംയുക്ത ദൗത്യമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ 30-ലേറെ രാജ്യങ്ങളിൽ നിന്നായിട്ട് 60-ലേറെ പരീക്ഷണങ്ങൾ നടത്താനാണ് ഈ യാത്ര നടത്തുന്നത്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് 7 പരീക്ഷണങ്ങൾ നടത്താനാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിൽ നിന്നും 7 പരീക്ഷണങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം പോയിരിക്കുന്നത്. ഇവർ 14 ദിവസം, അതായത് 2 ആഴ്ച ഇത്തരത്തിൽ ബഹിരാകാശത്ത് തങ്ങും. ഇത്തരം പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 14 ദിവസത്തെ ഒരു സമയം എന്ന് പറയുന്നത്. ഈ 14 ദിവസത്തിന് ശേഷമാകും ഈ ദൗത്യ സംഘം തിരികെ മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുള്ളത്, മൈക്രോ ഗ്രാവിറ്റിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ കൂടി ഈ യാത്ര സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, മനുഷ്യ ശരീര മാറ്റങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ പരിപാടികൾക്ക്, അങ്ങനെ ഈ വിഷയങ്ങളിൽ കൂടി ഈ ദൗത്യ സംഘം ചില പരീക്ഷണങ്ങൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു യാത്ര തന്നെയാണ് ഇത്. പ്രത്യേകിച്ചും ISROയെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ പരീക്ഷണങ്ങൾ വിജയിച്ചൊരു സമയം തന്നെയാണ് ISROയെ സംബന്ധിച്ചുള്ളത്. അത്തരത്തിൽ ISROയെ സംബന്ധിച്ചും വരും കാലത്തുള്ള ബഹിരാകാശ ദൗത്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു യാത്ര തന്നെയാണ് ഈ ആക്സിയം 4 എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. കാരണം ഒരു സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 2035 അത് നടപ്പാക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ദൗത്യം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്നുള്ളത്,
ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനുള്ള ഒരു ലക്ഷ്യവും ISRO ലക്ഷ്യമിടുന്നുണ്ട്. ആ യാത്രകൾക്കൊക്കെ, ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്താൻ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു യാത്ര തന്നെയാണ് ഈ ആക്സിയം 4 എന്നുള്ളത്. എന്തായാലും ഇവയിലെല്ലാം നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഈ യാത്രയിൽ ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഇതിനകത്തെ യാത്രക്കാരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ശുഭാംശു ശുക്ല തന്നെയാണ്. അത് നമുക്കറിയുന്നത് പോലെ തന്നെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യം ഗഗൻയാൻ, നമ്മളെല്ലാവരും അഭിമാനപൂർവ്വം കാത്തിരിക്കുന്ന ഒരു പദ്ധതി തന്നെയാണത്. ആ പദ്ധതിയുടെ തയ്യാറെടുപ്പുകളെല്ലാം നടന്നു വരികയാണ്. ആ ഗഗൻയാൻ പദ്ധതിയിലെ 4 ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ് ശുഭാംശു ശുക്ല എന്നുള്ള ആള്. മാത്രമല്ല 2027 ഏകദേശം ഗഗൻയാൻ നടപ്പാക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തി വരുന്നതും. അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തി വരുന്ന ഒരു സമയം കൂടിയാണ്. ഗഗൻയാന്റെ പദ്ധതിക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരിക എന്ന ശുഭാംശു. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ആക്സിയം 4 ദൗത്യത്തിലേക്ക് കൂടി ഒരവസരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും നമ്മൾ അഭിമാനത്തോടെ കണ്ട ഒരു ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി 4 യാത്രികരെ പരിചയപ്പെടുത്തുന്ന ഒരു ദൃശ്യം വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ കണ്ടതാണ്. അതിലെ ഒരു യാത്രക്കാരൻ തന്നെയാണ് ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ആ യാത്രയുടെ ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ആക്സിയം 4ലേക്ക് കൂടി അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ യാത്രയിലെ ഒരു പൈലറ്റ് എന്നൊരു സീറ്റിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതും എന്ന് നമുക്ക് പറയേണ്ടി വരും. സുഖോയ് 30, MiG-21, MiG-29 തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിമാനങ്ങൾ പറത്തിയ ഒരു വലിയ അനുഭവ സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇദ്ദേഹത്തെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊന്നുള്ളത് പെഗ്ഗി വിറ്റ്സൺ ആണ്. നമുക്കറിയാം, പെഗ്ഗി വിറ്റ്സൺ ആണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. നമ്മൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ട ഒരു വനിത കൂടിയാണ് അവർ. 665 ദിവസമാണ് അവർ ബഹിരാകാശത്ത് ചെലവിട്ടിട്ടുള്ളത്. മറ്റൊന്ന് അതുമായി ചേർത്ത് പറയാനുള്ളത് സിൻഡ വില്യംസിന്റെ പേര് തന്നെയാണ്. ഇന്ത്യൻ വംശജ. 608 ദിവസം ബഹിരാകാശത്ത് തങ്ങിയിരുന്നു. നമ്മൾ ആ കാലത്ത് അതൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ചയാക്കിയ വിഷയം തന്നെയാണത്. എന്തായാലും അതിൽ ഉൾപ്പെട്ടിരുന്ന പെഗ്ഗി വിറ്റ്സൺ ആണ് ഇതിലെ 2ാമത്തെ യാത്രിക. മറ്റൊരാൾ സ്ലാവോസ് കുഫ്നാൻസ്കി എന്നുള്ളതാണ്. അദ്ദേഹം പോളണ്ടിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. ഒപ്പം തന്നെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിലെ ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. 1978 ശേഷം പോളണ്ടിൽ നിന്നും ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 4ാമത്തെ ആള് ടിബോർ കാബു ആണ്. ഹംഗറിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. ഹംഗറിയെ സംബന്ധിച്ച് 2ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്. ആ രാജ്യത്ത് നിന്നും വരുന്ന 2ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ഇദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. ഇത്തരത്തിൽ ഈ 4 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അക്ഷയ, നമുക്ക് കേരളത്തിനും കൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇതിലുണ്ട്. അതായത് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 6 ഇനം വിത്തിനങ്ങൾ ഈ പരീക്ഷണത്തിനായി ഇന്നത്തെ ഈ ആക്സിയം 4 ദൗത്യത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ അതിന് പേരിട്ടിരിക്കുന്ന ആ പരീക്ഷണത്തിന്റെ പേര് ക്രോപ്പ് സീഡ്സ് ഇൻ ISS എന്നുള്ള പേരിലാണ് ഈ പരീക്ഷണം അറിയപ്പെടുന്നത്. അതിൽ വഴുതന വിത്തുകൾ, തക്കാളി വിത്തുകൾ, അങ്ങനെ തുടങ്ങിയ ചില വിത്തുകൾ അടങ്ങുന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ഈ വിത്തുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലേക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 6 ഇനം വിത്തിനങ്ങൾ പരീക്ഷണത്തിനായി കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അഭിമാനത്തോടെ തന്നെയാണ് ഇന്ത്യക്കാരെല്ലാം നോക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 4:30 ബഹിരാകാശത്ത് ഇതിന്റെ ഡോക്കിംഗ് നടക്കുക. അതുകൂടി വിജയകരമായി പൂർത്തിയാകുന്നതോടെ ബഹിരാകാശ രംഗത്ത് മറ്റൊരു നാഴികക്കല്ലിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.